10-13 വർഷമായിട്ട് ഒരു ബോക്സ് ഓഫീസ് സക്സസ് ഇല്ലായിരുന്ന സൂര്യയ്ക്ക് ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മാസ് എൻ്റർടൈനർ ആയിരുന്നു കറുപ്പ് എന്ന ചിത്രം. ഞാൻ ഇത് OTTക്ക് പ്രിഫർ ചെയ്തൊരു പടമായിരുന്നു. ബട്ട് നമ്മുടെ കമൻറ്റ് വഴി ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പടത്തെപ്പറ്റി ഒരു ജെന്യൂൻ റിവ്യൂ പറയുമോ എന്ന്. ആദ്യം തന്നെ പറയാം, ഇതിൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ മാത്രമാണ്. പലവർക്കും അവരുടേതായ ഒരു ഒപ്പീനിയൻ പരിപാടികളൊക്കെ തന്നെ കാണും. ഇതെൻ്റെ ഒരു അഭിപ്രായമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ആണ്. ആദ്യം തന്നെ സ്ലോ പേസിൽ പതുക്കെ കഥ പറഞ്ഞ് ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതോടെ ഒരു ബിൽഡ് ചെയ്ത് ഈ ഒരു പടത്തെ കൊണ്ടുവരികയാണ്. കാരണം ഒരു പാവപ്പെട്ട സാധാരണക്കാർ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. പക്ഷേ അവിടെയുള്ള ആൾക്കാരെല്ലാം അവർക്കെതിരെ നിൽക്കുകയാണ്. അവരെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വരെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാർ. ഇവരിപ്പോൾ ആരെയൊക്കെ പോയി കണ്ടാലും അവരെല്ലാം ഇവർക്കെതിരെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇവരെ രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടി വരും. പക്ഷേ അവിടം വരെ ആ ഒരു പോയിന്റ് വരെ രക്ഷിക്കാൻ വരും, അത് നമുക്കും അറിയാം. ബട്ട് ആ ഒരു പോയിന്റ് വരെ ഈ ഒരു സിനിമയെ കൊണ്ടുപോകാന്ന് പറയുന്നത് ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളിപ്പോൾ കാണുന്ന നമ്മളെ ഈ ഒരു ഓഡിയൻസിന് കണക്റ്റ് ആയാൽ മാത്രമേ പിന്നീട് ആ ഒരാൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു കിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരാൾ വന്ന് കുറച്ച് പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചെന്ന് പറഞ്ഞാലും വലിയ ഹൈ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരാൾ വന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസമൊന്നും അത് കിട്ടത്തില്ല. പക്ഷേ ഇതിൽ ഇന്ദ്രൻ ചേട്ടനാണ് അതിൽ മൊത്തം സ്കോർ ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇന്ദ്രൻ ചേട്ടൻ്റെ ആണെന്ന് പറയാം. കാരണം ഈ ഒരു ചിത്രത്തിൽ അത്യാവശ്യം ഇമോഷൻ സീൻസും പരിപാടികളൊക്കെ തന്നെ കൊണ്ട് ആ നിസ്സഹായ അവസ്ഥയിലൊക്കെ നിർത്തിയപ്പോൾ എന്നെ ഞെട്ടിച്ച ഒറ്റ കാര്യമാണ്, ഇൻ്റർവെൽ ബ്ലോക്കിന് മുമ്പേ സൂര്യയുടെയും ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇമോഷൻ സീനുണ്ട്. അത് കണ്ടിട്ട് കരയാത്തവരായി ആരും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. കാരണം പുള്ളി ആ രീതി എന്ത് സിമ്പിളായിട്ടാണ് ആ ഒരു ഇമോഷൻ സീനൊക്കെ ഡെലിവർ ചെയ്ത് കൊടുത്തതെന്ന് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു പീക്ക് നിർത്തിയതുകൊണ്ടാണ് ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിന് അത്രയും പഞ്ച് കിട്ടാൻ തന്നെ കാരണം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര രീതി സാറ്റിസ്ഫൈ ആയത് ആ ഒരു ഫസ്റ്റ് ഹാഫ്. ബട്ട് ചില മിസ്സിങ്ങും പരിപാടികളൊക്കെ തന്നെ എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് പിന്നെ പറയണ്ടല്ലോ, സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടമില്ലേ, ആ മോഡായിട്ടുള്ള ഒരു ഗോഡ് മോഡ് ഓൺ ആയെന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടന് ആ ഒരു ഇമോഷണൽ കോർ ഫസ്റ്റ് ഹാഫിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ സൂര്യയുടെ ആ ഒരു ക്യാരക്ടറിന് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കിട്ടത്തില്ലായിരുന്നു. ആ ഒരു ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസിൻ്റെ ബലത്തിലാണ് സൂര്യക്ക് അത്രയും ഇമ്പാക്റ്റ് കിട്ടാൻ തന്നെ, ആ ഒരു എൻട്രിയിൽ അത്ര ഇമ്പാക്റ്റ് കിട്ടാൻ കാരണം. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ ഒരു സെക്കൻഡ് ഹാഫിൽ സൂര്യ എന്തൊക്കെ ചെയ്യുന്നോ അല്ലെങ്കിൽ സൂര്യയുടെ എന്തൊക്കെ എനർജി പെർഫോമൻസ് ഉണ്ടോ അതാണ് ഈ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിനെ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുള്ളീനെ ഈ ലെവൽ എനർജിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പടം ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഈ 10-13 വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ലാത്തതിൻ്റെ കാരണം എനിക്ക് ഈ ഒരു പടം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇതുപോലൊരു എനർജറ്റിക് സൂര്യനെ എവിടേക്കോ മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പല സിനിമയും നമ്മൾ എടുത്തു നോക്കിയാലും കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു ആ സൂര്യനെ. പിന്നെ ബാക്കി കൂടുതൽ പെർഫോമൻസ് ബേസും പിന്നെ തിരക്കഥയിലുള്ള ഡൗണും ആ പരിപാടികളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങനെയായിട്ടൊന്നും തോന്നിയില്ല. പക്ക ഒരു എൻ്റർടൈനർ, ഒരു അടി ഇടി വെട്ടുകുത്ത് അങ്ങനത്തെ ഒരു നമുക്കെന്ന് പറഞ്ഞാൽ ഫാൻസിന് പറ്റിയ ഒരു കിടിലൻ ട്രീറ്റാന്ന് ഞാൻ പറയും. കാരണം ഫാൻസിനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. ചില ഫാൻ ബോയ് പടങ്ങളൊക്കെ ഇല്ല, ആ ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഇത് ഫാൻറ്റസി മോഡ് പടമാണ്. ഫാൻറ്റസി പ്ലസ് എൻ്റർടൈൻമെൻറ്റ് പ്ലസ് നമ്മൾ ലോജിക്ക് വലുതായിട്ട് നോക്കാതെ കണ്ടു കഴിഞ്ഞാൽ കിടിലൻ ഒരു എൻ്റർടൈനർ ആയിരിക്കും. പിന്നെ എനിക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു കമൻറ്റ് വന്നതിന് ശേഷം കുറച്ച് ബിസി ആയതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഈ ഒരു പടം കണ്ടിട്ടുള്ളത്, കുറച്ച് ടൈം ഇഷ്യൂസൊക്കെ കാരണം. പക്ഷേ അത് കണ്ടതിൻ്റെ എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഭയങ്കര റിഗ്രറ്റ് അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നല്ലൊരു ക്രൗഡിനോടൊപ്പം അല്ല കണ്ട, ക്രൗഡുള്ള അത്യാവശ്യം ഒരു ആവറേജ് ക്രൗഡിനോടൊപ്പമാണ് കണ്ടത്. പക്ഷേ അതിന് പകരം വല്ല ഫാൻ ഷോയ്ക്കോ അല്ലെങ്കിൽ മറ്റേ നല്ല ക്രൗഡായിട്ടുള്ള നല്ല തിയേറ്ററിൽ ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഇതിലും കിടിലൻ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം ആ രീതി നമ്മൾ നല്ലൊരു ക്രൗഡിനോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില സിനിമകളുണ്ട്, അത് അങ്ങനെ എൻജോയ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ല നമ്മൾ OTTയിൽ വരുമ്പോൾ ചിലവർക്ക് ഇത് വർക്ക് ആവാതിരിക്കാം, ചിലപ്പോൾ ഇത് മിക്സ്ഡ് റിവ്യൂസ് വരാം. ഇപ്പോഴും ഈ പടം ഇഷ്ടപ്പെടാത്തവർ പലവരും കാണും. പക്ഷേ ഈ ഒരു പടം അവർ നമ്മൾ എന്ന് പറഞ്ഞാൽ ലോജിക്കോ പരിപാടികളൊന്നും നോക്കാതെ സായി അഭ്യന്തറിൻ്റെ ഒക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. എനിക്ക് ഈ ഒരു ചിത്രത്തിന് ടീസർ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഒന്നെങ്കിൽ ഈ ഒരു ചിത്രം വലിയൊരു വിജയമാകും അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്ന്. ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രോ ഫൈറ്റിലൊക്കെ അടിച്ച് ഈ താഴോട്ട് പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, വെറുതെ ഒരു കാര്യം ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഒന്നുകിൽ സൂര്യക്ക് ഒരു എക്സ്ട്രാ പവർ കാണും, അല്ലെങ്കിൽ പിന്നെ ഒരു തെലുങ്ക് സിനിമ എന്ന മോഡിൽ ലോജിക്ക് ഇല്ലാത്ത രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനായിരിക്കുമെന്ന്. ഇതിലൊന്നെന്തായാലും കൺഫേം ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് പടം കണ്ടപ്പോൾ. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു സാറ്റിസ്ഫൈ ആയ ഒരു പടമായിരുന്നു. ഇതുപോലൊരു എനർജറ്റിക് സൂര്യനെ ഞാൻ ആ ഒരു ഗോഡ് മോഡ് എന്ന് പറഞ്ഞ പാട്ടിലെ ആ ഒരു ചെറിയ പോർഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ സ്പാർക്ക് അടിച്ചു, പുള്ളിയുടെ എന്തൊക്കെയോ പരിപാടികൾ ഇതിൽ തന്നെ കാണുമെന്ന്. ഈ ഒരു പടം കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു പടം ഇനിയും സൂര്യയുടെ ഇനിയും വരുവാണെങ്കിൽ ഒരു ജിത്തുമാധവ് പടമായിരിക്കും. ഇനി അടുത്തൊരു ഫാമിലി പടമാണ് പുള്ളിയുടെ റിലീസ് ചെയ്തിരിക്കുന്നത്. ജിത്തുമാധവ് പടമായാലും ചിത്രത്തിൻ്റെ പോക്ക് കണ്ടിട്ട് നെക്സ്റ്റ് ഇയർ പൊങ്കലൊക്കെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും സൂര്യ ഫാൻസിനൊക്കെ കിടിലൊരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ
റെഫറൻസും പരിപാടികളൊക്കെ തന്നെ കാണും. നിങ്ങൾ ഈ ഒരു പടത്തെ ഭയങ്കര കഥയോ കാര്യങ്ങളോ വെച്ചൊന്നും കാണണ്ട. കാരണം അങ്ങനെ കുറേ പടങ്ങളൊക്കെ ഇറങ്ങി കുറേ പൊട്ടി പാളീസായി പോയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ക സൂര്യയുടെ ഇതുവരെയായിട്ടും നമ്മൾ മിസ് ചെയ്തിരുന്ന ഒരു എനർജറ്റിക് സൂര്യയില്ലേ, ആ ഒരു എനർജറ്റിക് സൂര്യനെ പ്രോപ്പർലി ആർ ജെ ബാലാജി ഈ ഒരു പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ആർ ജെ ബാലാജി അതിന് കിടിലം പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വില്ലൻ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടാണ് നായകൻ അടിക്കുന്ന അടിയിൽ നമുക്ക് ഗൂസ് ബോംസ് ഒക്കെ അടിച്ചിട്ടുള്ളത്. ആ ഗൂസ് ബോംസിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ, സൂര്യയുടെ പെർഫോമൻസിൽ അടിക്കുന്ന അടിയിൽ ഗൂസ് ബോംസ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ നിന്നിട്ടുള്ള കുറച്ച് എന്ന് പറഞ്ഞാൽ മിസ്സിങ്ങും പരിപാടികൾ അത് എൻ ക്രെഡിറ്റ് സീനിൽ ചിത്രത്തിൻ്റെ ഡയറക്ടർ തന്നെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് സെക്കൻഡ് പാർട്ടിനോട് അത്ര വലിയ കാര്യമൊന്നുമില്ല. ബട്ട് ഈ ഒരു പാർട്ടിൽ തീർത്താലും നല്ലതായിരിക്കും തോന്നി. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിന് എതിരെന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നല്ലൊരു പ്രോപ്പർലി എടുത്തു കഴിഞ്ഞാൽ അതും അടി നല്ല രീതിയിൽ തന്നെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ നേടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളുണ്ട്. ഈ ഒരു ചിത്രം അതിൽ ഏകദേശം ഒരു 300 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസർ അടിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ മാത്രമാണ്. ആ ഒരു കമൻറ്റ് വഴി ആ ഒരു ബ്രോ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം മാത്രമാണ് ഞാൻ ഈ ഒരു പടം കണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ളത് ആ ഒരു ബ്രോയ്ക്ക് വേണ്ടി. എന്തായാലും ഈ ഒരു പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.